വയനാട് കമ്പളക്കാട് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിവിധയിടങ്ങളിൽ മോഷണങ്ങൾ തുടർക്കഥയാവുകയാണ്. തുടർച്ചയായ 3 ദിവസങ്ങളിലുണ്ടായ മോഷണങ്ങളുടെ പശ്ചാത്തലത്തിൽ ഭീതിയിലാണ് നാട്ടുകാർ. കമ്പളക്കാട് ടൗണിലും പരിസര പ്രദേശങ്ങളിലും ഇടവിട്ട ദിവസങ്ങളിലാണ് മോഷണങ്ങൾ നടന്നത്. വെള്ളിയാഴ്ച പുലർച്ചെ പള്ളിമുക്കിലും പോലീസ് സ്റ്റേഷൻ മുക്കിലും 6 വീടുകളിൽ മോഷണം നടന്നിരുന്നു. ശനിയാഴ്ച രാത്രി ചുണ്ടക്കര ഹംസക്കവലയിലെ തോട്ടത്തിൽ നിന്ന് 70 കിലോയോളം കുരുമുളകും കാപ്പിയും മോഷ്ടിച്ചു. ഞായറാഴ്ച പുലർച്ചെ മൈലാടി മുസ്ലിം പള്ളിയിലും സമീപത്തെ വീട്ടിലും മോഷണ ശ്രമമുണ്ടായി. മോഷണം നടന്ന പാനക്കാരൻ അബ്ദുൽ ലത്തീഫിന്റെ വീട്ടിൽ കഴിഞ്ഞ ദിവസം ഫിംഗർ പ്രിന്റ് വിദഗ്ധർ പരിശോധന നടത്തി. ഞാൻ 14-ാം തീയതി ആയിരുന്നു. പിന്നെ എൻ്റെ ഷോപ്പിൽ പണിയെടുന്നുണ്ട്. അപ്പോൾ രാത്രി വൈഫ് ഹൗസിലായിരുന്നുള്ളത്. അപ്പോൾ അന്ന് മക്കളവിടെ ആയതുകൊണ്ട് ഞാൻ എന്താക്കി തൽക്കാലം വൈഫ് ഹൗസിൽ നിന്നിട്ട് പിറ്റേ ദിവസം രാവിലെ ഇവിടെ വന്നപ്പോഴാണ് ഈ ഡോറെല്ലാം ഓപ്പൺ ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ അകത്ത് കയറി ചെന്ന് നോക്കുമ്പോൾ കാണുന്നത് എല്ലാം വാരി വലിച്ചിട്ടിരിക്കുന്നതാണ്. പിന്നെ അലമാരയിൽ മോളെ ഓർണമെൻറ്റ്സ് ഉണ്ടായിരുന്നു, ഒരു കമ്മലും കാര്യങ്ങളൊക്കെ ആയിട്ട് അതെല്ലാം പോയിട്ടുണ്ട്. പിന്നെ അതുപോലെ കമ്പ്യൂട്ടറിൻ്റെ ഡോറെല്ലാം തുറന്നെടുക്കുകയാണ്. ബാക്കി വേറെ കമ്പ്യൂട്ടറോ അല്ലെങ്കിൽ ബാക്കിയുള്ള സാധനങ്ങളൊന്നും ഇല്ല. അവർക്ക് മെയിനായിട്ട് ആവശ്യം സ്വർണ്ണോ അല്ലെങ്കിൽ ക്യാഷ്, ആ രീതിയിലാണ് അവർ എടുത്തു പോയതും അതുതന്നെയാണ്. ബാക്കി സെറ്റിയിലും കാര്യങ്ങളൊക്കെ അവർ ഇരുന്ന പാടോ എന്തോ കാര്യങ്ങളായിട്ട് സാധനങ്ങൾ ഉണ്ടായിരുന്നു. ഒന്നിലധികം പേരടങ്ങുന്ന സംഘമാണ് മോഷണത്തിന് പിന്നിലെന്നാണ് സംശയം. എല്ലാ വീടുകളിലെയും മേശയും അലമാരയും കുത്തിപ്പൊളിച്ച നിലയിലാണ്. വീടിന്റെ ലോക്ക് തകർത്താണ് ഉള്ളിൽ കയറുന്നത്. 2 ഇടങ്ങളിൽ വീട്ടുകാർ ഉണർന്നതിനെ തുടർന്ന് കവർച്ചക്കാർ മോഷണ ശ്രമം ഉപേക്ഷിച്ച് രക്ഷപ്പെട്ടു. മാസങ്ങൾക്ക് മുമ്പ് മൈലാടിൽ നിരവധി വീടുകളിൽ സമാന രീതിയിൽ മോഷണം നടന്നിരുന്നു. മോഷ്ടാക്കളെ ഉടൻ പിടികൂടണമെന്നും നൈറ്റ് പട്രോളിംഗ് ശക്തമാക്കണമെന്നും നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് മലയാളം, വയനാട്.